ബെൽഫാസ്റ്റ് സെന്റ് ഇഗ്നാത്യൂസ് നാടക കലാസമിതി അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകം സൂസന്ന. ഈ സമയം മറ്റു വെളിച്ചങ്ങൾ നിർത്തിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ തുടങ്ങുന്നു. സൂസന്ന. സമ്പന്നനും നീതിനിഷ്ഠനുമായ യോവാക്കീം എന്നൊരു യുവാവ് ബാബിലോണിലുണ്ടായിരുന്നു. ഹിൽക്കിയായുടെ മകളും ദൈവഭക്തയും അതീവ സുന്ദരിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. ആദരണീയനായ യോവാക്കീമിന്റെയും സൂസന്നയുടെയും ജീവിതത്തിലേക്ക് మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. తన మహాదయను నను గణించెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. ഇന്നലകളിൽ ബാബിലോണിലെ എന്റെ ചങ്ങാതിമാർ യോവാക്കീമിന്റെ സമ്പന്നതയെ പ്രതി, വ്യാപാരത്തിൽ ഞാൻ കാണിക്കുന്ന ബുദ്ധിശക്തിയെ പ്രതി, എന്റെ ജീവിത വിജയങ്ങളെ പ്രതി എന്നോട് അസൂയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ ജീവിത സഖിയായി എനിക്ക് കിട്ടിയ നിന്നെ പ്രതി എല്ലാവരും അസൂയയോടെയാണ് നോക്കുന്നത്. യൂദായിലെ അതിസുന്ദരിയും വിവേകമതിയുമായ പെണ്ണിനെ ജീവിത സഖിയായി തന്ന് ദൈവം യോവാക്കീമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കൊട്ടാരത്തിൽ അങ്ങയുടെ ഭാര്യയായി വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്.
അങ്ങ് പൊതുസമൂഹത്തിൽ ആദരണീയനാണ്. എന്റെ ജീവിതത്തിന്റെ മാന്യതയുടെ അലങ്കാരമാണ് സൂസന്ന നീ. സൗന്ദര്യമുള്ള പെണ്ണിന് പനിനീർ പുഷ്പങ്ങളിലെ മുള്ളുപോലെ ഒരുപാട് അപകടങ്ങളും ഉണ്ടാവും. അഹങ്കാരം, അസൂയ, അങ്ങനെ പലതും. എന്നാൽ സൂസന്ന, നിന്റെ വിനയം, ദൈവഭയം, പെരുമാറ്റത്തിലെ മാന്യത എന്നിവ തോഴിമാർക്കിടയിലും വേലക്കാർക്കിടയിൽ പോലും കേൾവിപ്പെട്ടതാണ്. നീതിനിഷ്ഠരായ നിന്റെ മാതാപിതാക്കൾ മോശയുടെ നിയമമനുസരിച്ച് നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിനക്കും എനിക്കും ലഭിച്ച ജീവിത വിജയം. യജമാനൻ പരാതി തീർക്കുവാനായി മത്സ്യക്കാരനായ അന്ത്രയോസും കൃഷിക്കാരനായ യാഹും എത്തിയിട്ടുണ്ട്. വരാൻ പറയൂ. സുസന, ഇനി ഇവർക്കിടയിൽ എന്താണാവോ പരാതി? പുതിയ ന്യായാധിപന്മാർ എന്നാണാവോ വരിക? അവർ വന്നിരുന്നെങ്കിൽ അങ്ങയുടെ ജോലിഭാരം കുറച്ച് കുറയുമായിരുന്നു. എന്താണാവോ നിങ്ങളുടെ പരാതി? പറയൂ, കേൾക്കട്ടെ. യജമാനെ, ഞാൻ ഈ അന്ത്രയോസിന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് എന്റെ പുരയിടം പണയപ്പെടുത്തി 100 ഷെക്കൽ കടം വാങ്ങിയിരുന്നു. ഇത്രയും കാലം കൊണ്ട് 150 ഷെക്കൽ തിരികെ നൽകിയതുമാണ്. എന്നാൽ ഇയാൾ ഇപ്പോൾ പറയുന്നു ഞാൻ 500 ഷെക്കലാണ് കടം വാങ്ങിയതെന്നും ഇനി 550 ഷെക്കൽ തിരികെ നൽകിയാൽ മാത്രമേ ഞങ്ങളുടെ പുരയിടം തിരികെ നൽകൂ എന്നും. ഞങ്ങൾ പാവങ്ങളാണ്. ഇത്രയും പണം തിരികെ നൽകാൻ ഞങ്ങൾക്കാവില്ല പ്രഭു. പണം നൽകാതെ ആയപ്പോൾ ഇയാളുടെ ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ യജമാനെ. ഇയാൾ കളവാണ് പറയുന്നത്. 2 വർഷം മുൻപ് ഇയാൾ എന്നിൽ നിന്ന് 500 ഷെക്കലാണ് കടം വാങ്ങിയത്. എന്റെ കയ്യിൽ അതിന് തെളിവായുള്ള ധാരണപത്രമുണ്ട്. ഇല്ല, ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെ പറ്റിച്ചതാണ്. എനിക്ക് എഴുത്തും വായനയും അറിയില്ല പ്രഭു. എന്നാൽ ഞാൻ ആ ധാരണപത്രം ഒന്ന് കാണട്ടെ. ഇതാണ് യജമാനനെ. നീ പറയുന്നത് കളവാണ്. ഈ ധാരണപത്രത്തിന് 1 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ നിനക്ക് 2 വർഷം മുൻപ് ഈ ധാരണപത്രം നൽകുക? പാവപ്പെട്ട ഈ കർഷകനെ പറ്റിച്ച് ഇയാളുടെ കൃഷിയിടം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ശിക്ഷയായി 101 ചാട്ടവാറടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃഷിയിടം തിരികെ നൽകാനും നാം കൽപ്പിക്കുന്നു. നന്ദി യജമാനെ. അങ്ങ് കാരണം എനിക്ക് നീതി ലഭിച്ചു. എനിക്കല്ല നന്ദി പറയേണ്ടത്. നിന്നെ രക്ഷിച്ചത് ദൈവമാണ്. ദൈവത്തിന് നന്ദി പറയൂ. യജമാനൻ, ജനങ്ങൾക്കിടയിൽ ന്യായാധിപന്മാരെ നിയമിക്കപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. തികഞ്ഞ ആതിഥ്യ മര്യാദയോടുകൂടി അവരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരിക. സുസന, യഹൂദന്മാർ നമ്മെ കാണാൻ വരുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ ബാബിലോണിൽ ജനങ്ങളെ ഭരിക്കേണ്ട ശ്രേഷ്ഠരായ ന്യായാധിപന്മാർ നമ്മെ കാണാൻ വന്നിരിക്കുന്നു. ഒക്കെ അങ്ങയോടുള്ള ദൈവത്തിന്റെ കൃപ. ന്യായാധിപ ശ്രേഷ്ഠന്മാർക്ക് എന്റെ ഭവനത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കാൻ രാജാവിനാലും പുരോഹിതന്മാരാലും നിയമിക്കപ്പെട്ട ന്യായാധിപന്മാർ. ഇരിക്കണം മഹാന്മാർ. സുസന, ഇവർക്ക് കുടിക്കുവാൻ മുന്തിയ ഇനം വീഞ്ഞു കൊണ്ടുവരിക. യോവാക്കി, നിങ്ങൾ ബാബിലോണിൽ പ്രശംസനും ആദരണീയനുമാണ്. നിങ്ങളുടെ ദാനശീലം, ദൈവഭയം, നീതിബോധം ഒക്കെ പ്രശംസനീയവും ആദരണീയവുമാണ്. എന്നാൽ ഇനി ബാബിലോണിൽ നീതിയും ന്യായവും നടത്തേണ്ടത് ന്യായാധിപരായ ഞങ്ങളാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വേണ്ടതിൽ കവിഞ്ഞ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കൊള്ളാം. എനിക്ക് ഈ മന്ദിരങ്ങളും ഉപശാലകളും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉദ്യാനവുമുണ്ട്. ഉദ്യാനത്തിൽ ശുദ്ധജലത്തിന് മുട്ടുവരാത്തൊരു പൊയ്ക. ഞാനും എൻ്റെ ഭാര്യയും ഉദ്യാനത്തിലാണ് ഒഴിവു സമയം ചിലവഴിക്കുന്നത്. ഞങ്ങൾ
വ്യവഹാരത്തിന് ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. യോവാക്കിന് വിരോധമില്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥലം ഒരുക്കി തരണം. മധ്യാഹ്നത്തോടെ പരാതികളെല്ലാം തീർത്ത് മടങ്ങിപ്പോകാമല്ലോ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. സുസന്ന, ബാബിലോണിലെ ന്യായാധിപന്മാർക്ക് നമ്മുടെ കൊട്ടാരത്തിൽ പരാതി കേൾക്കാനും വിധി കൽപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്നാൽ ഇന്ന് തന്നെ വിളംബരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. യോവാക്കിന്റെ ഭവനം നീതിപീഠത്തിന്റെ അധികാര കേന്ദ്രമായി മാറുന്നു. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്രയിലും കൃഷിയിടങ്ങളിലുമായിരിക്കും. എന്നാൽ നിങ്ങൾക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. സുസന, ഇവർക്കിവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കുക. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. യജമാനൻ പുതിയൊരു പരാതിയുമായി ആ പലിശക്കാരനും മറ്റൊരു കൃഷിക്കാരനും എത്തിയിട്ടുണ്ട്. ന്യായാധിപ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഈ പരാതി കേൾക്കുക. എന്നിട്ട് ന്യായവും സത്യസന്ധവുമായ വിധി പുറപ്പെടുവിക്കുക. ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. അങ്ങനെയാകട്ടെ യോവാക്കി. രണ്ടുപേരോടും വരാൻ പറയുക. ഇയാൾ നിലം പണയം വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് 400 ഷക്കൽ കടം വാങ്ങി. ഇപ്പോൾ 1 വർഷമായി മുതലുമില്ല പലിശയുമില്ല. ഇയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സമ്മതിക്കണം. യജമാനരെ, വരൾച്ച കാരണം കൃഷിയെല്ലാം കഴിഞ്ഞ വർഷം നഷ്ടത്തിലായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും മുഴുവൻ പട്ടിണിയിലാണ്. ഇയാൾ എൻ്റെ കൃഷിയിടം പിടിച്ചെടുത്താൽ ഞാനും എൻ്റെ കുടുംബവും എങ്ങോട്ട് പോകും? ഞാൻ ചോദിക്കുന്നത് 6 മാസത്തെ അവധി കൂടിയാണ്. ദയവായി എനിക്ക് നീതി നടപ്പാക്കി തരണം. ഈ കൃഷിക്കാരന്റെ കൂടെ നിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. അതെ അതെ, മറിച്ച് ഈ പലിശക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചാൽ നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകൂ. എന്ത് 6 മാസം കൂടിയോ? നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടിയതല്ലേ? അല്ലയോ പലിശക്കാരാ, നിങ്ങൾ ഇയാളുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊള്ളുക. അയ്യോ, എന്തൊരന്യായമാണിത്! ഞാനും എൻ്റെ കുടുംബവും എന്തു ചെയ്യും? ദൈവം നിങ്ങളോട് ഒരു കാലത്തും ക്ഷമിക്കുകയില്ല. വല്ലാത്ത ക്ഷീണം. കുടിക്കാൻ എന്താണ് ഉണ്ടാവുക? യോവാക്കിമിന്റെ ഭാര്യ സൂസന്ന അകത്തില്ലേ? ഉണ്ട് പ്രഭു. എന്നിട്ടെന്തേ അവൾ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നില്ല? ബഹുമാന്യരായി നിങ്ങളെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ പോലുള്ളവർ. മതി നിന്റെ പരിചരണം. പോയിക്കൊള്ളുക. ചെങ്ങായി, സത്യം പറഞ്ഞാൽ വ്യവഹാരത്തിനുള്ള സ്ഥലമായി ഇവിടം തിരഞ്ഞെടുത്തത് സൂസന്നെ കാണാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. ഇസ്രായേലിൽ ഒരു പെണ്ണിനും കാണാത്ത സൗന്ദര്യം, യൂദയായിൽ ആർക്കും കാണാത്ത അഴകിനുടമയാണവൾ. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയോ യൂദയാ മക്കളെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. പക്ഷെ ഇവൾ സൂസന്ന, സമ്പന്നയായ യോവാക്കിമിന്റെ ഭാര്യ. ബാബിലോണിൽ ഇസ്രയേൽ മക്കൾ അടിമകളാണ്. അവരുടെ സ്ത്രീകൾ നമുക്കടിമപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ ബാബിലോണിന്റെ ന്യായാധിപന്മാർ, പൊതുസമൂഹം ആദരിക്കപ്പെടുന്നവർ. പക്ഷേ നമുക്കെങ്ങനെ ഈ ആഗ്രഹം സാധിപ്പിക്കാൻ കഴിയും? ചങ്ങാതി, എല്ലാവരും ഉച്ചമയക്കത്തിലായിരിക്കുമ്പോൾ സൂസന്ന ഉദ്യാനത്തിൽ ഉലർത്താൻ പോകാറുണ്ട്. ആരും അറിയാതെ ഉദ്യാനത്തിൽ വിളിച്ചിരുന്നാൽ അവളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഒരവസരം കിട്ടിയാൽ എന്നിട്ട് വേണം മനസ്സിൽ കുടിയിരിക്കുന്ന പൊറുതിക്കൊരു പരിഹാരം കാണാൻ.
ചങ്ങാതി, സൂസന്നയും തോഴിമാരും വരുന്നുണ്ട്. ഈ തോഴിമാരുടെ കൂടെയല്ലാതെ ഇവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ എന്താ മാർഗം? നമുക്ക് ഒളിച്ചു നിൽക്കാം, അവർ കാണണ്ട. എന്താ ചൂട്, ഒന്ന് കുളിച്ചാലോ? ഉഷ്ണക്കാറ്റ് വീശുന്നു. ഇത്ര നേരത്തെയോ? ആ, ചൂടിൽ നിന്നും രക്ഷ നേടാൻ നമ്മുടെ ഈ ശുദ്ധജല തടാകം മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നതാണ്. നിങ്ങൾ നമുക്ക് വേണ്ട എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരിക. ശരി സൂസന്ന. നിങ്ങൾ പോയി ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പിൻവാതിലിലൂടെ വന്നാൽ മതി. ഉദ്യാനം പരിപാലിക്കുന്നതിൽ ജോലിക്കാർക്ക് വേണ്ടത്ര ശുഷ്കാന്തി കാണുന്നില്ല. പറ്റാത്ത ജലാശയവും ഈ പച്ചപ്പുമൊക്കെ പ്രത്യേകം കാത്തു പരിപാലിക്കേണ്ടതാണ്. ജോലിക്കാരോട് പ്രത്യേകം പറയണം ചെടികളെ മക്കളെ പോലെ പരിപാലിക്കണമെന്ന്. ശരി സൂസന്ന. ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടച്ചോ? ഉവ്വ്. നിങ്ങൾ കുളിക്കുവാനുള്ളത് കൊണ്ടുവരിക. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ? എങ്ങനെ ഉദ്യാനത്തിൽ കടന്നു? സൂസന്ന, നിന്റെ വീട്ടിൽ വ്യവഹാരത്തിനുള്ള വേദി ഒരുക്കിയതും ഞങ്ങൾ ഇവിടെ വന്നതും നിന്നെ കാണാൻ വേണ്ടിയാ. നീ ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടപ്പിച്ചു, ഞങ്ങൾ പിൻവാതിൽ അടച്ചു. ഇപ്പോൾ ഈ ഉദ്യാനത്തിൽ നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ. സൂസന്ന, നിന്നെ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ബാബിലോണിലെ ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാരാണ്. ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത് നിന്റെ ഭാഗ്യമാണ്. ഞാൻ യോവാക്കിന്റെ ഭാര്യയാണ്. നിങ്ങളുടെ വാക്കുകളും ചിന്തകളും ഒന്നും ശ്രേഷ്ഠമല്ല. ദയവായി ഉദ്യാനത്തിന് വെളിയിൽ പോകൂ. നീ ഞങ്ങളെ അനുസരിക്കാതിരുന്നാൽ അത് നിനക്ക് അപകടം. ഇതാരും അറിയില്ല. നിന്റെ ഈ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചു പോയി ഞങ്ങൾ. എന്റെ ഈ ശരീരവും മനസ്സും സൗന്ദര്യവും ഒക്കെ എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ മോഹിക്കുന്നു. തൊട്ടുപോകരുത് തന്നെ. നിങ്ങൾ ഒരു ജെറുസലേം പുത്രിയുടെ മാനത്തിന് വില പറയുന്നു. കടന്നു പോകൂ എന്റെ മുന്നിൽ നിന്നും, ഈ ഉദ്യാനത്തിൽ നിന്നും. സൂസന്ന, നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവരാണ് ഞങ്ങൾ. അതുമാത്രമല്ല, ഈ പൊതുസമൂഹം ഞങ്ങൾ പറയുന്നതേ വിശ്വസിക്കൂ. അനുസരണയോടെ ഞങ്ങൾക്ക് വിധേയപ്പെടുക. ഇല്ല, മരിക്കേണ്ടി വന്നാലും എന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരവിടെ? ഓടി വരിക. സൂസന്ന ജാറിനോടൊപ്പം ഉദ്യാനത്തിന്റെ വാതിൽ തുറന്നിടുക. എളുപ്പം ചെല്ല്. കുടുംബമായി ജീവിക്കുന്ന കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ ഇത്? ഭർത്താവില്ലാത്ത നേരത്ത് ഉദ്യാനത്തിലെത്തി തോഴിമാരെയും പറഞ്ഞു വിട്ടിട്ട് രഹസ്യക്കാരനെ വിളിച്ചു വരുത്തി ആരാരുമില്ലാത്ത സമയത്ത് പകൽ നേരത്തെ വെളിച്ചത്തെ സാക്ഷിയാക്കി ചെയ്ത കുറ്റകൃത്യം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷീണമകറ്റാൻ ഈ ഉദ്യാനത്തിലെത്തി വിശ്രമിച്ചത് എത്ര നന്നായി. അതുകൊണ്ട് ഈ കൊടിയ പാപത്തിന് സാക്ഷികളാവാൻ കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? സൂസനയ്ക്ക് എന്ത് പറ്റി? എന്താണ് ബഹളം? സൂസനയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് സൂസന്നയ്ക്കല്ല, പാവം യോയാക്കീം. ചതിച്ചു അയാളെ. പട്ടാപ്പകൽ ഈ ഉദ്യാനത്തിൽ തോഴിമാരെയെല്ലാം ഒഴിവാക്കി സൂസന്ന ഒരു ചെറുപ്പക്കാരനൊപ്പം. മതിയാക്കുക ഈ നാണക്കേട്. ഇത് കേൾക്കുന്നത് തന്നെ കൊടിയ പാപം. സൂസന്ന പാപിനിയാണ് എന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ഞങ്ങൾ അതിന് സാക്ഷികൾ. പറയുവാൻ അറപ്പുണ്ട്, പറയാതിരിക്കുന്നതെങ്ങനെ? സൂസന്ന കുറ്റക്കാരിയാണ്. അയ്യോ, സൂസനെ അത് ചെയ്യുമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ന്യായാധിപന്മാർ വെറുതെ പറയുമോ ഈ വക കാര്യങ്ങൾ? ന്യായാധിപന്മാർ കളവ് പറയില്ല, പറയാൻ പാടില്ല.
അയ്യോ, സൂസന്ന തെറ്റുകാരിയാണോ? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭർത്താവിനെ ചതിക്കാൻ എനിക്കാകില്ല. പ്രിയരെ, അടുത്ത രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ പൂർണ്ണമാകും. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന ഇടവക വികാരിമാരോടും ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും നല്ലവരായ പ്രേക്ഷകരോടുള്ളതുമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നതിനോടൊപ്പം ഈ നാടകത്തിലെ അഭിനേതാക്കളെ ഞങ്ങൾ പരിചയപ്പെടുത്തും. യോവാക്കി നെൽസൺ കാക്കന, സൂസന്ന സിനി കൊട്ടാരക്കര, ദാനിയേൽ പ്രവാചകൻ, എബി മണർകാട്, ന്യായാധിപൻ റോബിൻ കോലഞ്ചേരി, സിനു തിരുവല്ല, മന്ത്രിമാർ രാജൻ കടമറ്റ, ബിജു അടിമാലി, ഭടന്മാർ ജോബി പെരുവ, ജയ്മോൻ പിറമ, തോഴിമാർ നീതു മണർകാട്, രാജി ആരക്കുന്ന്, പരിശക്കാരൻ ജെയ്മിൻ തിരുവാണി, ഒന്നാം കൃഷിക്കാരൻ അനു തൃപ്പൂണിത്തുറ, രണ്ടാം കൃഷിക്കാരൻ ബിനു പുത്രിക, നർത്തകിമാർ ടിസ ഡാനിയൽ, മയ ഖാസിജ്, ഇവ നെൽസൺ, നിയ ബിനു, മിക്സിംഗ് ആൻഡ് എഡിറ്റിംഗ് ജിനു വെഴുവേലി, രംഗനിയന്ത്രണം അനിൽ കവലെ, സംവിധാനം എബി മണർകാട്. ഇവിടെ ഇങ്ങനെ ഒരു വ്യവഹാരം വേണ്ടിവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹിൽക്കിയായുടെ മകളും യോവാക്കിന്റെ ഭാര്യയുമായ സൂസന്നെ കൊണ്ടുവരുവിൻ. സംസ്കൃത ചിത്തയെന്നും കുലീനയെന്നും നമ്മൾ കരുതിയ സൂസന്ന പാപിനിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നീതിപീഠത്തിലിരുന്ന് ന്യായം വിധിക്കേണ്ട ഞങ്ങൾക്ക് ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല. തന്നെയുമല്ല, മാന്യനായ യോവാക്കീം ഞങ്ങൾ അർഹിക്കുന്നതിലധികം പരിഗണനയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. യോവാക്കിമിന്റെ ജീവിതത്തിൽ നിന്നും ഒരു വിഷമുള്ളു പറിച്ചു കളയുന്നു എന്ന് കരുതിയാൽ മതി. പരപുരുഷനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇവർ എന്തിന് മൂടുപടം അണിയണം? അത് കുലസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പറിച്ചെറിയുക അവിടെ മൂടുപടം. നിങ്ങൾ ഉദ്യാനത്തിൽ എന്താണ് കണ്ടതെന്ന് പറയൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സൂസന്ന തോഴിമാർക്കൊപ്പം ഉദ്യാനത്തിലെത്തി. അവർ ഞങ്ങളെ കണ്ടില്ല. വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഉദ്യാനത്തിൽ പലതും കാണാൻ എളുപ്പമല്ല. ഉദ്യാനത്തിലെത്തിയ സൂസന്ന തോഴിമാരെ പറഞ്ഞു വിട്ട് തനിച്ചായി. ഈ സമയം ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന യുവാവ് സൂസന്നയ്ക്ക് അടുത്തെത്തി. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ദീർഘനാളത്തെ ഒരു ബന്ധമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത്ര കുറ്റം ചെയ്യില്ല. നിങ്ങൾ എന്തുകൊണ്ട് ആ പുരുഷനെ പിടിച്ചില്ല? അത് ഞങ്ങൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചതാണ്. ഞങ്ങളെക്കാൾ ശക്തിയും യുവത്വവുമുള്ള അവൻ ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഓടിപ്പോയി. അവനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട്. സുസന്ന, നിനക്കെന്താണ് പറയാനുള്ളത്? ഞാൻ ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവിടെ കുറ്റത്തിന് സാക്ഷിമൊഴി ഞങ്ങളുടേതാണ്. ബാബിലോണിന്റെ ദൈവം ഞങ്ങളുടെ ദൃഷ്ടിക്ക് കാണിച്ചു തന്നതാണ്. ഞങ്ങളെ അവിശ്വസിച്ചാൽ മാത്രം അവളെ കേട്ടാൽ മതി. ആർക്കെങ്കിലും ഞങ്ങളെ അവിശ്വാസമുണ്ടോ? ബാബിലോണിന്റെ ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാരെ ഞങ്ങൾ എന്തിന് അവിശ്വസിക്കണം? ആരാണ് തന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് പോലും സൂസന്ന കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. യോവാക്കീമിനേക്കാൾ പ്രിയപ്പെട്ടവൻ, അവനെ അവൾ രക്ഷിക്കട്ടെ. പക്ഷെ നമുക്കിവിടെ ഒരു നിയമമുണ്ട്. ദുർനടപ്പിന് പിടിക്കപ്പെട്ട ഇവൾ മരണശിക്ഷയ്ക്ക് അർഹയാണ്. യോവാക്കിമിനോടുള്ള എല്ലാ ഇഷ്ടവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വിധിക്കുന്നു. പാപിനിയായ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക. ഇവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടട്ടെ.
ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ ബാബിലോണിൽ ഞങ്ങൾ പറയുന്നതാണ് നിയമം. ആരും നിന്നെ വിശ്വസിക്കില്ല. നീതിമാനായ ദൈവമേ, ഈ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അങ്ങ് അറിയുന്നല്ലോ. ശ്രേഷ്ഠന്മാരെന്ന് ജനം വിശ്വസിക്കുന്ന ഈ ന്യായാധിപന്മാരുടെ മനസ്സും പ്രവൃത്തിയും അറിയുന്നവനെ, എന്നിലെ നിരപരാധിത്വം വെളിവാക്കി തരണമേ. മരിക്കുവാൻ എനിക്ക് ഭയമില്ല. പക്ഷെ പാപിനി എന്ന മുദ്രകുത്തി എന്നെ ശിക്ഷിക്കുമ്പോൾ എന്നിലെ സ്ത്രീത്വം, ഞാൻ കാത്തു സൂക്ഷിച്ചു പോന്ന വിശുദ്ധി, ഇവയൊന്നും നഷ്ടപ്പെടുത്താതെ നിരപരാധിയായ ഈ പെണ്ണിന്റെ വിലാപങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. നിർത്തുക. നിരപരാധിയായവളെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ദൈവത്തിന്റെ പ്രവാചക ശബ്ദം പേർന്ന ദാനിയേലാണ് ചോദിക്കുന്നത്. ദുർനടപ്പിന് പിടിക്കപ്പെട്ട ഇവളെ ഞങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. എന്നാൽ ഈ നിരപരാധിയുടെ രക്തം മണ്ണിൽ വീഴുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ ഇത്ര പോഷന്മാരാണോ? നീതിപൂർവമായ വിചാരണ നടത്താതെ ഒരു യിസ്രായേൽ പെണ്ണിനെ വധിക്കുവാൻ കൊണ്ടുപോകുന്നു. നീ എന്തിന് ഈ കാര്യത്തിൽ ഇടപെടുന്നു? ദൈവം എനിക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠ സ്ഥാനം തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ശബ്ദം പേർന്ന ദാനിയേൽ പ്രവാചകൻ. നിങ്ങൾ ഇവൾക്കെതിരായി കള്ളസാക്ഷി പറഞ്ഞതായി ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായപൂർണമായ ഒരു വിചാരണ വീണ്ടും നടക്കേണ്ടിയിരിക്കുന്നു. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. എനിക്ക് ഈ ന്യായാധിപ സംഘത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. നിരപരാധിനിയായ ഒരു സ്ത്രീയുടെ ജീവൻ നീതിരഹിതമായി അപഹരിക്കുവാൻ പാടില്ല. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ഞാൻ ദൈവമയച്ച പ്രവാചകൻ ദാനിയേൽ. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ബാബിലോണിൽ നീതിയും ന്യായവും നടത്തുവാൻ അധികാരവും അവകാശവും ഉള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പാപിനിയെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ നിനക്കെന്താണ് സംശയം? ചോദിക്കുക. ഇവരിൽ ഒരാളെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തുക. നീതിമാനും നിരപരാധിയുമായവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ന്യായാധിപൻ പുറപ്പെടുവിക്കുന്ന വിധി നീതിയുക്തവും സത്യസന്ധവുമാകണം. സൂസന്നയുടെ കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അത് പാലിക്കപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടതയിൽ തടക്കം ചെന്നവനെ, പാപം ചെയ്യുന്നത് അലങ്കാരവും അവകാശവുമാണെന്ന് ധരിച്ചവനെ, നീ ഇവളെ പാപത്തിന്റെ വഴിയിൽ കണ്ടു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഉദ്യാനത്തിന്റെ ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഏത് ഭാഗത്താണ് പരപുരുഷനോടൊപ്പം നീ സൂസനയെ കണ്ടത്? അത് ഉദ്യാനത്തിന്റെ വലതുവശത്തുള്ള കരയാമ്പു മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. ഒരു ചോദ്യം കൂടി. നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സൂസന്നയുടെ ജാറിന്റെ ആകാരഭംഗി എന്താണ്? 6 അടി പൊക്കമുള്ള ഒരു ഇരുണ്ട മനുഷ്യൻ, കാഴ്ചയിൽ ഒരു ഭംഗിയുമില്ലാത്തവൻ. എനിക്ക് മനസ്സിലാകാത്തത് അവൾ എന്ത് കണ്ടിട്ടാണ് അവനിൽ ആകർഷനായത്? നീ പറയുന്ന വാക്കുകൾ സത്യവും നിനക്ക് പൂർണ്ണ ബോധ്യമുള്ളതും ആണല്ലോ. തീർച്ചയായും എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ്. ഇവനെ അകത്തേക്ക് കൊണ്ടുപോകുക. അടുത്തവനെ വിളിക്കുക. സൂസന്നയിൽ കുറ്റം ആരോപിക്കുന്നതിലും അവൾക്ക് മരണശിക്ഷ വിധിക്കുന്നതിലും നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ. തീർച്ചയായും ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. സൂസന്നയെയും പരപുരുഷനെയും ഉദ്യാനത്തിന്റെ ഏത് ഭാഗത്ത് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആലിംഗബദ്ധരായി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്?
അത് പിന്നെ ഉദ്യാനത്തിന്റെ ഇടതുവശത്ത് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു കരിവേരകത്തിന്റെ ചുവട്ടിൽ. എന്നാൽ ഇതിനു കൂടി ഉത്തരം നൽകുക. നീ സൂസന്നയുടെ കൂടെ കണ്ട ആ പരപുരുഷന്റെ ആകാര ഭംഗി എന്താണെന്ന് പറയുക. അത് പിന്നെ വെളുത്തു ചുവന്ന ഒരു സുന്ദരൻ. വെറുതെയല്ല സൂസന്ന അവനിൽ ആകൃഷ്ടയായത്. എന്നാലും യോവാക്കിമിനെ ഇവൾക്ക് എങ്ങനെ ചതിക്കുവാൻ സാധിക്കുന്നു? നിർത്തുക നിന്റെ കള്ളസാക്ഷ്യം. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കണ്ണുമഞ്ചളിച്ച വിഷയലംബടന്മാർ. ന്യായാസനത്തിന് മുമ്പിലേക്ക് മാറ്റി നിർത്തുക രണ്ടിനെയും. അധികാരം ഉപയോഗിച്ച് ഇസ്രയേലിന്റെ പെൺകുട്ടികളെ കീഴ്പ്പെടുത്തി അടിമകളെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ. നീതിപീഠത്തിലിരുന്ന് ജനങ്ങളെ ന്യായം വിധിക്കേണ്ടവർ സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ മുൻപിൽ നിലപറന്ന ആഭാസന്മാർ. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പെൺകുട്ടികളെ കുറ്റം ആരോപിച്ച് കൊന്നുകളയുന്ന തന്ത്രശാലികൾ. ഒരു നിരപരാധിനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൂസന്നയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണമെന്ന് ദൈവം സ്വപ്നത്തിൽ എന്നോട് അരുളി ചെയ്തു. ഞാൻ ഇടപെട്ടു. നീതിപീഠത്തിന്റെ മുൻപിൽ പോലും പെണ്ണ് സുരക്ഷിതയല്ല. ഈ കിരാതന്മാർക്ക് വഴങ്ങാത്ത പതിവ്രതയും ദൈവഭക്തിയുമുള്ള സൂസന്നയെ ഞാൻ മോചിപ്പിക്കുന്നു. തിരികെ നൽകുക ഈ പതിവ്രതയായ സൂസന്നയുടെ മൂടുപടം. ദൈവം നീതി പ്രവർത്തിക്കുന്നു. അന്തിമ വിജയം ദൈവത്തിന് മാത്രം. സ്വന്തം നിലമർന്ന് അനീതി പ്രവർത്തിച്ച് ഇവർക്കുള്ള ശിക്ഷ ജനങ്ങൾ വിധിക്കട്ടെ. ഇസ്രയേലിന്റെ ദൈവം മഹത്വമുള്ളവനാണ്. അവൻ നിരപരാധികളെ പ്രാർത്ഥന കേൾക്കും. നീതിമാനായ ദൈവം, നീതിമാനായ